യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും, കുഞ്ഞുങ്ങളെയും, യുവതി യുവാക്കളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല, ഒരനുഗ്രഹവും കുറഞ്ഞു പോവുകയില്ല, ഒരു നന്മയും കുറഞ്ഞു പോവുകയില്ല, ഒരനുഗ്രഹത്തിനും കുറവുണ്ടാവുകയില്ല. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ചില ഇൻറ്റൻഷൻ കാണും. ചില പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കാണും. ചില ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ കാണും. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കാണും. ചില വേദനകൾ മാറ്റിത്തരണമേ, ചില രോഗങ്ങൾ സൗഖ്യമാകണമേ, ഈ പ്രതിസന്ധി എന്നു മാറും, ഈ പ്രയാസം എങ്ങനെ മാറ്റും എന്നൊക്കെയും ചിന്തിക്കുന്നവരും ഭാരപ്പെടുന്നവരും സങ്കടങ്ങളെ ചുമക്കുന്നവരും ആശങ്കയുള്ളവരും ആകുലതയുള്ളവരും കാണും. പ്രാർത്ഥനയിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒത്തിരി ആശങ്കകളും ആകുലതകളും കാണും. എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥനയോടെ ഇരുന്ന് ദൈവവചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കുക. നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ആ വീടിൻ്റെ അകം അനുഗ്രഹിക്കപ്പെടും. ആ നിയോഗം ദൈവം സാധിപ്പിച്ചു തരും. ആ കാര്യത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ വരും. ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെടും. ദൈവം നിങ്ങളെ കൈപിടിച്ചു നടത്തും. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ദിവസവും കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോഴും ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും, നമ്മൾ നൈറ്റിലല്ലേ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പം അത്ര വഴി ക്ലിയർ അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ മുമ്പിൽ പോകുന്ന ഒരാൾ ഒരു ടോർച്ചൊക്കെ എടുത്ത് ആ ടോർച്ച് ഓൺ ചെയ്താണ് പോകുന്നതെങ്കിൽ പുറകെ പോകുന്നവർക്കൊക്കെ ഒരു ധൈര്യമാണ്. ഇതുപോലെ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുമ്പിലൊരാൾ ടോർച്ച് തന്ന് ടോർച്ചടിച്ച് മുന്നേ നടക്കുന്ന പോലെ നമ്മുടെ വഴികളെ ഒരുക്കുന്ന, നയിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു നല്ല ദൈവം നമുക്ക് കൂടെ ഉണ്ടാവും. വചനം അത്രയും അനുഗ്രഹമാണ്. ഇന്ന് പ്രത്യേകം ഈ വചനം കേൾക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ അവസാനവും 18-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവുമാണ് വായിക്കുന്നത്. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ അവസാനം, എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. എപ്പോഴും ദൈവഭക്തിയിൽ ചുമ്മാ നിൽക്കുക എന്നല്ല, സമയം കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ദൈവഭക്തിയിൽ എങ്ങനെയെങ്കിലും നിന്നാൽ പോരാ, ഉറച്ചു നിൽക്കുക. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ ഒരു ശുശ്രൂഷയാണിത്. എന്നും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ ദൈവം തുറന്ന ഒരു വഴിയാണിത്. എന്നും ദൈവഭക്തിയിൽ നമ്മുടെ കുടുംബവും വീട്ടിലുള്ളവരും പ്രിയപ്പെട്ടവരൊക്കെ ഉറച്ചു നിൽക്കാൻ ദൈവം ഒരുക്കുന്ന സമയമാണ്. അങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്നാണ് പലരും പറയുന്നത്. എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? എന്നും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എന്ത് ഗുണമാണ് നിനക്ക് കിട്ടിയത് എന്ന് ചിന്തിക്കുന്നവരും പരാതി പറയുന്നവരും പ്രയാസപ്പെടുന്നവരും വഴക്കുണ്ടാക്കുന്നവരും ഒക്കെയുണ്ട്. ദൈവവചനം പറയുന്നു, എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. 18-ാമത്തെ വാക്യം, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. എന്തിനാ അവിടെ തീർച്ചയായും എന്ന് പറഞ്ഞ്? ദൈവഭക്തിയിലാണ് ഉറച്ചു നിൽക്കുന്നത്, തീർച്ചയായും നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. തീർച്ചയായും അവിടെ ഒരു വാക്കുണ്ട്, മലയാള വാക്ക് തീർച്ചയായും. ഇങ്ങനെ എഴുതിയാൽ പോരായിരുന്നോ? ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക, നിനക്കൊരു ഭാവി ഉണ്ടാവും, അങ്ങനെ പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല.
ആ വാക്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും, ഉറപ്പായും, അതൊരു നല്ല ഉറപ്പുള്ളൊരു വാക്കാണ്. നിനക്കൊരു ഭാവിയുണ്ട്. നമ്മളോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, അല്ലെ കേട്ടിട്ടുണ്ട്, നീ ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് നടന്നാൽ നിൻ്റെ ഭാവി എന്താകും? നിൻ്റെ ഭാവി ഒന്നും ആകത്തില്ല, നീ എവിടെ എത്തില്ല. ദൈവവചനം ഉറപ്പ് തരുകയാണ്. ദൈവഭക്തിയിൽ ഉറച്ചു നിന്നാൽ തീർച്ചയായും നിനക്കൊരു ഭാവി ഉണ്ടാകുന്നു. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ എന്തിനാ എല്ലാ ദിവസവും വചനം കേൾപ്പിക്കാൻ പറയുന്നത്? അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം. അതിന് ദൈവം ചില അനുഗ്രഹങ്ങളെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. ഡോക്ടറാകണം, എൻജിനീയറാകണം, ശുശ്രൂഷക്കാരനാകണം, പ്രസംഗികനാകണം, പാട്ടുകാരനാകണം, എൻജിനീയറാകണം, പൊളിറ്റീഷ്യനാകണം. ഒത്തിരി സ്വപ്നങ്ങളാണ് ഓരോരുത്തർക്കും. തൊട്ടടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. ആശിച്ചതുപോലെ നടക്കുന്നു, പ്രതീക്ഷിച്ചതുപോലെ എത്തിച്ചേരുമെന്ന്. പലരും ആഗ്രഹിച്ചു, പക്ഷെ ലഭിച്ചത് വേറെയാണ്. ഒരാൾ ജീവിതത്തിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആഗ്രഹിച്ചൊരു ജീവിതമല്ല എൻ്റേത്. ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം, ലഭിച്ചതോ മറ്റൊന്ന്, ലഭിച്ചത് വേറൊന്ന്. ബൈബിൾ പറയുന്നു, ദൈവഭക്തിയിൽ നീ ഉറച്ചു നിൽക്ക്, നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടും. നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല, നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിൻ്റെ പ്രതീക്ഷയോ പാതി വഴിക്ക് അസ്തമിക്കില്ല. നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഈ വചനം എല്ലാ മാതാപിതാക്കളും കേൾക്കുമ്പോൾ അവരുടെ മക്കളെ കേൾപ്പിക്കണം. ദൈവഭക്തിയിൽ ഉറച്ചു നിന്നാൽ ദൈവം ആ വ്യക്തിയെ ഏതൊക്കെ വിധത്തിൽ അനുഗ്രഹിക്കുമെന്നാണ് വചനം പറയുന്നത്. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. നിൻ്റെ ഭാവി അവതാളത്തിലാകില്ല. നിൻ്റെ ഭാവി ഓർത്ത് നിനക്ക് കരയേണ്ടി വരില്ല. അവസ്ഥയോർത്ത് നിരാശപ്പെടേണ്ടി വരില്ല. എവിടെയും തല കുനിയാൻ ഇടവരികയില്ല. അതതിൻ്റെ അർത്ഥം. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച്, ദൈവഭക്തിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. തീർച്ചയായും എനിക്ക് ഒരു ഭാവിയുണ്ട്. തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്. പലരും എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ ഭാവി മോശവാ, നിൻ്റെ ഭാവി പോക്കാണ്. ഇന്ന നാളിലല്ലേ ജനിച്ചത്, ഇന്ന നാളിലല്ലേ നിൻ്റെ ജീവിതം ഉള്ളത്, അതുകൊണ്ട് ശരിയാകില്ല. നക്ഷത്രം ഇങ്ങനെയാണ്, അങ്ങനെയാണ്. പല ഊഹാപോഹങ്ങൾ കേട്ടിട്ടുണ്ടാകും. ശാപമുണ്ട്, രക്ഷപ്പെടിയല്ല, ദോഷം കിടപ്പുണ്ട്, ഭാഗ്യക്കേടാണ്. പലരും പലതും പറഞ്ഞിട്ടുണ്ടാകും. മനുഷ്യൻ പറഞ്ഞ വ്യർത്ഥ വാക്കുകളല്ല വിശ്വസിക്കേണ്ടത്. ദൈവം പറഞ്ഞ ദൈവവാക്കുകളാണ്. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. പലരും കളിയാക്കും, ഒറ്റപ്പെടുത്തും, എന്തെല്ലാം പറയാൻ പറ്റുമോ അതൊക്കെ പറയും. ദൈവഭക്തിയിൽ ദൈവവചനം പറയുന്നു, ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക, നിനക്കൊരു ഭാവി ഉണ്ടാവും. നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഒരു ഭംഗം വരികയില്ല. പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ഇന്ന് ചൊവ്വാഴ്ച ദിവസം നിങ്ങളെ ഈ വചനത്തിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിലും യാത്രകളിലും ഉണ്ടായിരിക്കട്ടെ, തീരുമാനങ്ങളിലുണ്ടായിരിക്കട്ടെ. യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, വീടിരിക്കുന്ന സ്ഥലം, സഞ്ചരിക്കുന്ന വാഹനം എല്ലാം അനുഗ്രഹമാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നത് സ്കൂൾ വാനിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കും. അതെല്ലാം സുരക്ഷിതമായിരിക്കട്ടെ. ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഒക്കെയുണ്ട്, ഒത്തിരി സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാം അനുഗ്രഹമാകട്ടെ. ആപത്തോ അപകടമോ ഒന്നും വരാതെ ഉള്ളെങ്കിൽ എന്ന പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിക്കട്ടെ, ദൈവം സൂക്ഷിക്കട്ടെ. കുടുംബത്തിനകത്ത് അനുഗ്രഹം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് നയിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നിനക്ക് തീർച്ചയായൊരു ഭാവിയുണ്ട്. നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. ദൈവം നിന്നെ പാതി വഴിക്ക് ഉപേക്ഷിക്കുകയില്ല. ദൈവം വിശ്വസ്തനാണ്. മനുഷ്യൻ വിശ്വസ്തരല്ലെങ്കിലും എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.